ഈ നുഴഞ്ഞുകയറ്റം 1.5 കൊല്ലം മുമ്പാണ് ഉണ്ടായത് എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു. നമ്മുടെ അതിർത്തിയിലെ മുള്ളിവേലി മുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ലൈൻ ഓഫ് കൺട്രോൾ സിംല കരാറിന് ശേഷമാണ് അങ്ങനൊരു ലൈൻ ഓഫ് കൺട്രോൾ കൊണ്ടുവന്നത്. ഈ ലൈൻ ഓഫ് കൺട്രോളൊക്കെ ഭേദിച്ച് പാകിസ്ഥാൻ ഭീകരന്മാർ നുഴഞ്ഞു കയറി എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി കൂടി ചെന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. നമുക്കതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആധികാരികമായി ലഭിക്കുന്നതാണോ അതോ അതിർത്തിയിൽ പ്രചരിക്കുന്ന കാര്യങ്ങളാണോ? SKN, ഈ ഭീകരർ എങ്ങനെ ഇന്ത്യയിലെത്തി എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം ഏജൻസികൾ നടത്തിയിരുന്നു. നേരത്തെ തന്നെ ഈ ഭീകരവാദികൾ, അതിർത്തി മുറിച്ചു കടന്നെത്തിയ പാക് ഭീകരവാദികൾ ഇന്ത്യൻ ഏജൻസികളുടെ സ്കാനറിൽ ഉണ്ട്. അവർ എത്ര പേരടങ്ങുന്ന സംഘം എന്നതടക്കമുള്ള വിവരങ്ങൾ സ്കാനറിലുണ്ടായിരുന്നു. ഇവർ അതിർത്തി കടന്ന് ഉള്ളിലെത്തി ഏത് മേഖലയിൽ എന്നുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ആക്രമണത്തിൽ പങ്കെടുത്ത 4 ഭീകരവാദികളിൽ 2 പേർ ഹാഷിം മൂസ, അലിബായ് എന്നിവർ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവർ അടങ്ങുന്ന വലിയൊരു സംഘം ഭീകരവാദികൾ കത്വ, സാംബ മേഖലയിലെ അതിർത്തി വേലി മുറിച്ചു കടന്ന് നുഴഞ്ഞുകയറി എത്തിയവരാണ്. ഇവരോടൊപ്പമാണ് ആദിൽ തോക്കർ എന്ന ഈ കശ്മീർ സ്വദേശിയും ഉണ്ടായിരുന്നത്. 2018 മുതൽ ഇയാൾ പാകിസ്ഥാനിൽ വെച്ച് ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലനം സിദ്ധിച്ച ഒരു ഭീകരവാദിയാണ്. ഇയാളായിരുന്നു വഴികാട്ടിയായി ഈ ഭീകരർക്ക് പ്രവർത്തിച്ചത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിനും മുമ്പായി തന്നെ സൈന്യത്തിനും പോലീസിനും എതിരെ നടന്ന പല ഭീകരാക്രമണങ്ങളിലും ഇവർക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. പ്രധാനമായും ഈ ടണൽ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിൽ നിന്നും അലിബായാണ് അത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹാഷിം മൂസയുമായി ബന്ധപ്പെട്ടും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഇവരോടൊപ്പമുള്ള മറ്റ് ഭീകരവാദികൾ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളും അന്വേഷിച്ചു വരികയാണ് ഏജൻസികൾ. ഇവർക്ക് പ്രാദേശിക സഹായം നൽകുന്ന ഭീകരർക്ക് എതിരായുള്ള നടപടികളും കടുപ്പിച്ചിരിക്കുന്നു. 14 ഭീകരരുടെ പട്ടിക, പ്രാദേശിക ഭീകരരുടെ പട്ടിക ഇന്നലെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവർക്കെതിരായ നടപടി കടുപ്പിക്കുകയാണ്. ഇവരുടെ ബന്ധുക്കളെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നു. ഈ 14 പേരെയും ഇനി കണ്ടെത്താൻ ഉള്ളവരാണ്. ഒപ്പം തന്നെ SKN ഇന്നലെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോ പുറത്തു വന്നിരുന്നു. അഹമ്മദാബാദിൽ നിന്നുള്ള ഋഷി ഭട്ട് എന്ന അയാൾ വിനോദസഞ്ചാരിയായി സിപ്പ് ലൈനിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ പകർത്തിയ സെൽഫി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളിൽ ഈ ഭീകരർ വെടിയുതിർക്കുന്ന ശബ്ദവും ഒപ്പം ആളുകൾ പരിഭ്രാന്തരായി ഓടി വീഴുന്നതിന്റെ ദൃശ്യങ്ങളുമുണ്ട്. അതിൽ ആ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ സംശയാസ്പദമായ നിലയിൽ അയാളെ ചോദ്യം ചെയ്യലിനായി NIA വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഋഷി ഭട്ട് തന്നെ ഇയാളുടെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതയുള്ളതായി ഏജൻസികൾക്ക് മൊഴി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വെടിയൊച്ച കേട്ട ശേഷമാണ് സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ഇയാളെ ഈ സിപ്പ് ലൈനിലേക്ക് തള്ളിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ രീതികളിൽ ചില അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. NIA സംഘം ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ പോലീസ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്ററെ ചോദ്യം ചെയ്തിരുന്നു. ഈ ആക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് വിവരമുണ്ടായിരുന്നു. ഈ പാർക്കിൽ ആ സമയത്തുണ്ടായിരുന്ന മറ്റ് ആളുകൾക്ക് സഹായമോ സഹകരണമോ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. നേരത്തെ തന്നെ ഈ ഭീകരർക്കെതിരായ വലിയ പ്രതിഷേധം ഈ പ്രദേശവാസികൾ, ഈ പാർക്കുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ എന്നിവരിൽ നിന്നും ഉയർന്നു വന്നിരുന്നു എങ്കിൽ പോലും അവരിൽ ചിലരും ഈ ആക്രമണത്തിന് കൂട്ടുനിന്നിരുന്നു എന്ന സംശയമാണ് ഇന്നലെ പുറത്തു വന്ന സെൽഫി വീഡിയോയിലൂടെ ഉടലെടുത്തിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാനുള്ള പദ്ധതിയിലാണ് NIA സംഘം. അതേസമയം ഈ ഭീകരർ നേരത്തെ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പീർ പഞ്ചാൽ മേഖലയിൽ പുരോഗമിക്കുന്നു എന്നാണ് ഏജൻസികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. SKN. താങ്ക് യു, ബൽറാം നെടുങ്ങാടി.